ഇതൊരു റീസ്റ്റോക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ആഴ്ചയിലൊരിക്കൽ എൻ്റെ സ്റ്റോക്കെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുവേ. എന്തൊക്കെയാണ് തീർന്നത്, തീരാറായത്, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് എല്ലാം ഒന്ന് റീഫിൽ ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒന്നാമത്തെ കാര്യം, നമ്മൾ എക്സ്പയറി ആകുന്ന സാധനങ്ങളൊക്കെ, ആകാറാവുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് തീർക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോകുന്ന ആ ഒരു സ്വഭാവം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, നമ്മൾ ധൃതി പിടിച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ തീർന്നിട്ട് ഇനിയിപ്പോൾ അത് പൊടിച്ച് വെക്കേണ്ട സാധനങ്ങളൊക്കെയാണ് തീരുന്നതെങ്കിൽ പെട്ടെന്ന് ആ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് പൊടിച്ചെടുക്കുമ്പോഴത്തേന് അതൊരു സ്ട്രെസ്സും അതൊരു എന്താ പറയുക ഒരു ഇറിറ്റേഷനും ഒക്കെ ആയിട്ട് വരാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ നമ്മുടെ ലൈഫിനെ കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഞാനതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി ജീരകം ഞാൻ പൊടിക്കുകയാണ്. അപ്പം ജീരകം, ഉലുവ, കുരുമുളക് ഇതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ വാങ്ങിച്ച് മുഴുവനെ വാങ്ങിച്ചിട്ട് പൊടിക്കുക ചെയ്യുന്നത്. പിന്നെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ മുളക്, മല്ലി, മഞ്ഞൾ ഇതൊക്കെ ഇച്ചിരി ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പൊടിച്ചുകൊണ്ട് വന്ന് വെക്കാറുണ്ട്. എനിക്ക് അതാ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ കുറച്ച് തേങ്ങ നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് തിരുമ്മി വെക്കണം. ഇതിൻ്റെ വെള്ളം അത്ര സുഖം ഉണ്ടായിരുന്നില്ല, പക്ഷെ തേങ്ങയ്ക്ക് ഇങ്ങനെ ചവർപ്പോ കയ്പോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തേങ്ങയായിരുന്നു. അപ്പം അത് ഒരാഴ്ചത്തേക്കുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തിരുമ്മി അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഒരു തേങ്ങ അങ്ങ് കഴന്നു പോയി. അതിനെ ഞാൻ തേങ്ങാക്കൊത്താക്കി വെച്ചിട്ടുണ്ട്. ഈ നോൺ വെജ് ഒക്കെ വെക്കുമ്പോൾ നല്ലതല്ല.